നമസ്കാരം. 2027 തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പിന് സജ്ജരാകാൻ കോൺഗ്രസിന്റെ അണികളോട് ആഹ്വാനം ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട റൗൾ വിൻസി രംഗത്ത് വന്നിരിക്കുന്നു. അതിനു മുൻപ് 2026 കേരളത്തിൽ തെരഞ്ഞെടുപ്പുണ്ട്. അവിടെയും സജ്ജരാകുമായിരിക്കും. പക്ഷേ ഈ സജ്ജരാകുന്നത് മാത്രമല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. മുൻപ് ഹരിയാനയിൽ സജ്ജരായി, ഒരു സജ്ജീകരണങ്ങൾ ഉണ്ടായിട്ടും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഡൽഹിയിലും സമാനമായ സ്ഥിതി, മഹാരാഷ്ട്രയിൽ സമാനമായ സ്ഥിതി. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ആസ്ഥാനത്ത് ഒക്കെ ഏതാണ്ട് 10-12 നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. അതിലൊക്കെ തന്നെ ആദിവാസി ഗോത്ര സമൂഹവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ ചില നേതാക്കൾ ഉണ്ടായിരുന്നു. അവരോടൊക്കെ തന്നെ വളരെ പുച്ഛത്തോടെ, വളരെ മ്ലേച്ഛമായ രീതിയിലാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത് എന്ന് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഒരുതരം മാടമ്പിത്തരം. ആലോചിച്ച് നോക്കുക, ഒരു പ്രത്യേക ശതമാനം വോട്ടർമാർ ഉത്തർപ്രദേശിലെ ഇതുപോലെ ഗോത്രവർഗ നിവാസികളാണ്, പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പം അവരെയൊക്കെ തന്നെ സമന്വയിപ്പിക്കുന്നതിന്റെ ഭാഗമായി, അവരുടെയൊക്കെ തന്നെ വോട്ടുകൾ നേടുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഇത്തരത്തിൽ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആദിവാസി സമൂഹത്തിൽപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്താൻ നിശ്ചയിച്ചത്. പക്ഷെ അവിടെ ചെന്നതിന് ശേഷം, AICC ആസ്ഥാനത്ത് ചെന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ആളുകളാണ് വരുന്നത് തന്നെ കാണാൻ എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധി മനസ്സിലാക്കുന്നു. ആദ്യം ഇത് നിഷേധിക്കുന്നു. പക്ഷേ മല്ലികാർജ്ജുൻ ഖാർഗെ പോലുള്ള ചില നേതാക്കൾ അപേക്ഷിച്ച് ഇവരുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകുന്നു. പക്ഷേ ഇവരുമായിട്ടൊന്നും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടോ അവിടുത്തെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടോ അവിടുത്തെ ആദിവാസി സമൂഹത്തിന്റെ കാര്യങ്ങളോ ഒന്നും ചോദിച്ചറിഞ്ഞില്ല. കാരണം ചോദിച്ചാൽ അവർക്ക് സത്യം പറയേണ്ടി വരും. കോൺഗ്രസ് നേതാക്കളാണെങ്കിൽ കൂടി അവർക്ക് സത്യം പറയേണ്ടി വരും. കാരണം UP ഭരിക്കുന്നത് യോഗി ആദിത്യനാഥാണ്. ഇവിടുത്തെ ഗോത്രവർഗ വിഭാഗങ്ങൾക്ക്, പിന്നാക്ക വിഭാഗങ്ങൾക്ക് 100% പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നൂറുകണക്കിന് പദ്ധതികൾ ഉത്തർപ്രദേശിൽ ഇപ്പോഴും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാ മേഖലകളിലും 95% മേഖലകളിലും വൈദ്യുതി, വെള്ളം, അതുപോലെ വിദ്യാലയങ്ങൾ, ആരോഗ്യ സംവിധാനങ്ങൾ, എല്ലാ ഗോത്രവർഗ മേഖലകളിലും ഒരു മിനി മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അടക്കം പദ്ധതി വിഭാവനം ചെയ്ത് അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അങ്ങോട്ടുള്ള കാട് വെട്ടിത്തെളിച്ചുള്ള റോഡ്, ട്രാൻസ്പോർട്ട് പദ്ധതികളൊക്കെ നടപ്പിലാകുന്നു. ഇതൊക്കെ തന്നെ കോൺഗ്രസ് നേതാക്കൾ അടക്കം പറഞ്ഞു കഴിഞ്ഞാൽ എന്താകും അവസ്ഥ എന്ന് ഭയന്നാണ് അവർ ചെന്നത്. പക്ഷെ അവരോടൊന്നും ചോദിച്ചില്ല. തെരഞ്ഞെടുപ്പിന് എല്ലാവരും തയ്യാറായിക്കൊള്ളൂ, 2027 നമുക്ക് UP പിടിക്കണം എന്ന് മാത്രം പറഞ്ഞ് ഒരു ഒഴുക്കൻ മറുപടിയുമായി ഇവരെ പുറത്തേക്ക് വിട്ടു. അതിനുശേഷം ഇദ്ദേഹം ഈ കൂടെ നിൽക്കുന്ന ആളുകളോട് ചോദിച്ചത്രേ, ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട നേതാക്കളെയൊക്കെ, കോൺഗ്രസ് നേതാക്കളാണ്, അവരെയൊക്കെ എന്തിനാണ് ഇങ്ങോട്ട് കടത്തിവിട്ടത്? അവിടുത്തെ വലിയ വലിയ പ്രമുഖരായ മാടമ്പി നേതാക്കന്മാരെയൊക്കെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ പോരായിരുന്നു, ഞാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവരോട് കൂടിക്കാഴ്ച നടത്തുമായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്നാണ് അരമന രഹസ്യം. ഇയാളാണ് ഇവിടെ ഇന്ത്യ ഭരിക്കാൻ പോകുന്നത്. ഇവിടെ ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആള് ഇന്ത്യയുടെ പ്രഥമ പൗരയായി നിലകൊള്ളുന്നു. OBC വിഭാഗത്തിൽപ്പെട്ടയാള് പ്രധാനമന്ത്രിയായി രാജ്യത്തെ സേവിക്കുന്നു. ഇവിടെ പിന്നാക്ക ജനവിഭാഗങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരാനായി കേന്ദ്ര സർക്കാരും വിവിധ സംസ്ഥാന സർക്കാരുകളും പദ്ധതികൾ നടപ്പിലാക്കുന്നു. പാവപ്പെട്ടവന്റെ പാത്രത്തിൽ എല്ലാ ചോദിക്കുന്നതെന്തും കൊടുക്കുന്നു, അതിനപ്പുറവും കൊടുക്കുന്നു. പാവപ്പെട്ടവനെ, പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവനെ മുന്നിലേക്ക് ആനയിക്കുന്നു. ഇവിടെ സാധാരണക്കാർക്കിടയിൽ വികസനം സജ്ജമാകുന്നു. അതിനിടയിലാണ് ഇവിടെ മാടമ്പിത്തരം കാണിച്ചുകൊണ്ട് അവരേക്ക് എന്തിനാണ് ഇങ്ങോട്ട് വിട്ടത്, നിങ്ങൾ തെരഞ്ഞെടുപ്പിന് തയ്യാറായാൽ മതി, ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ യുവരാജാവ്, ഭാവി പ്രധാനമന്ത്രി ഒരു ഒടുക്കം മട്ടിൽ സംസാരിച്ചു വിട്ടത്. ഉത്തർപ്രദേശിൽ എത്ര സീറ്റുകളുണ്ട്? ഉത്തർപ്രദേശ് ഭരണം പിടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഉത്തർപ്രദേശിൽ ഇനി കോൺഗ്രസ് ജയിക്കുകയാണ് എന്ന് തന്നെ ഇരിക്കട്ടെ, എന്തായിരിക്കും സംഭവിക്കുക? കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ട്, ഇവനൊക്കെ വെറും മാടമ്പിയാണ്. തൊലിവെളുത്തവനെയും അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നു എന്ന് പറയുന്നവനെയും കാശുള്ളവനെയും മാടമ്പികളെയും മാത്രം സ്വീകരിക്കുന്ന യുവരാജാവ് തന്നെയാണ്. പാവപ്പെട്ടവൻ ചെന്ന് കഴിഞ്ഞാൽ ഒഴുക്കം മട്ടിലാണ്. അത് കോൺഗ്രസ് ആയാലും ശരി, ഇനിയിപ്പോൾ ഏത് പാർട്ടിയായാലും ശരി. ഇതാണ് രാഹുൽ ഗാന്ധി. 2027 തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ് പിടിക്കാൻ കോൺഗ്രസിന് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളും പിടിക്കാൻ സാധിക്കട്ടെ. KC വേണുഗോപാലിന്റെ വാർ റൂം ഒരുങ്ങുന്നുണ്ട്. ഒപ്പം രാഹുൽ ഗാന്ധി കൂടി ഒരു വാർ റൂം തുറന്നാൽ സന്തോഷമായിരിക്കും. എല്ലാ സംസ്ഥാനങ്ങളിലും ഭരണം, അതുപോലെ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയായി നിലകൊള്ളാം. എല്ലാം സാധിക്കട്ടെ. ഞങ്ങൾക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റും. പക്ഷേ പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് കയറിയിരുന്ന്, ആദിവാസികളുടെ നെഞ്ചത്ത് കയറിയിരുന്ന് ചിരിക്കാനും പുഞ്ചിരിക്കാനും ആൾക്കാരെ പരിഹസിക്കാനും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താകും അവസ്ഥ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.